ന്യൂഡൽഹി ഡയറി. നല്ല പേര്. ഒരു പുതിയ പത്രം തുടങ്ങാന്ന് പറഞ്ഞാല് നീയും മര്യാദയും വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ന്യൂസ് പേപ്പർ അഡിക്ഷൻ ഉണ്ടാക്കും. ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും മനോരമയും ഒക്കെ വായിക്കുന്നവര് അതേ വായിക്കൂ. ടാറ്റയും ബിർളയും വിചാരിച്ചാൽ കൂടി പുതിയൊരു പത്രം തുടങ്ങി വിജയിപ്പിക്കാന്നത് അത്ര നിസ്സാര കാര്യമല്ല. ഒന്നുമല്ല. അത് ഈ അവസ്ഥയിൽ സാറിന് വരെ തോന്നുന്നതാ. സാറ് വിചാരിച്ച എല്ലാം നടക്കും. പത്രങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം? ഒന്നും അറിയില്ല. എനിക്കെന്തറിയാം? കക്കാനും ഓട്ടിക്കാനും അത്യാവശ്യമുള്ള ഒരാളെ തട്ടാനും എനിക്കറിയാം. പക്ഷേ എനിക്ക് സാറിനെ അറിയാമല്ലോ. സാറ് വിചാരിച്ച എല്ലാം നടക്കും. ആ ശങ്കറിന്റെയും പണിക്കരുടെയും കള്ളസാക്ഷി മൊഴി കേട്ട് സാറിനെ ശിക്ഷിച്ച ആ ജഡ്ജിയുടെ മുന്നിൽ സാറിന് വലിയ ആളാവണ്ടേ? തിരികെ നാട്ടിൽ പോയാലേ സാധിക്കുമോ? ഇവിടെ ഏതെങ്കിലും പത്രത്തിൽ വെറും ഒരു റിപ്പോർട്ടർ ആയാലും സാധിക്കുമോ? ഇനിയൊരാളുടെ കീഴിൽ പണിയെടുക്കാനല്ലേ വിഷമമുള്ളൂ. ഈ പത്രം സാറിന്റെ സ്വന്തമാണ്. പണം എന്റേതാണെന്ന് ഓർത്ത് വിഷമിക്കണ്ട. ഞാനിത് കടം തരുന്നു എന്ന് കരുതിയാൽ മതി. ഇനിയും ഞാനൊരു അന്യാണെങ്കിൽ ലാഭം കിട്ടുമ്പോ പണം തിരികെ തന്നോളൂ. വയ്യ എന്ന് മാത്രം പറയരുത്. പ്രായശ്ചിത്തം ചെയ്യാനെങ്കിലും ഒരവസരം എനിക്ക് തരൂ. എല്ലാത്തിനും കാരണം ഞാനാണ്. എല്ലാത്തിനും കാരണം ഞാനാണ്.